ടെസ്റ്റ് ക്രിക്കറ്റിനെ പുതിയ തലത്തിലേക്ക് എത്തിക്കാൻ ടയർ സംവിധാനം നടപ്പിലാക്കാനുള്ള നീക്കം സജീവം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ജയ് ഷാ ആണ് ഇക്കാര്യത്തിന് മുൻകൈ എടുക്കുന്നത്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങളാണ് ഇത്തരമൊരു നീക്കങ്ങളെ സംബന്ധിച്ചും ചർച്ചകളെക്കുറിച്ചും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, ഇന്ത്യ, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ തുടങ്ങിയ മുൻനിര ടീമുകൾ കൂടുതൽ തവണ പരസ്പരം കളിക്കും. ബംഗ്ലാദേശ്, വെസ്റ്റ് ഇൻഡീസ്, അഫ്ഗാനിസ്ഥാൻ, അയർലൻഡ്, സിംബാബ്വെ തുടങ്ങിയ മറ്റു ടീമുകൾ പുതിയ ഫോർമാറ്റിൽ രണ്ടാം നിരയിലേക്കും താഴ്ത്തപ്പെടുകയും ചെയ്യുന്നതാണ് പുതിയ രീതി. ഈ ഫോർമാറ്റിൽ ടോപ്പ് ടയർ ടീമുകൾ പരസ്പരം മത്സരിക്കുന്നതിനൊപ്പം ലോവർ ടയർ ടീമുകൾ അവരുടെ ഡിവിഷനിൽ മാത്രവും ഏറ്റുമുട്ടും. മത്സരഫലങ്ങൾക്കനുസരിച്ച് ടീമുകളെ രണ്ട് തലങ്ങളിലേക്ക് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തേക്കും ാണ് അറിയാൻ സാധിക്കുന്നത്. ടയർ ടെസ്റ്റ് ഫോർമാറ്റ് എന്ന ആശയം 2016 ഉയർന്നു വന്നിരുന്നു. എന്നാൽ ചില ടീമുകളുടെ എതിർപ്പിനെ തുടർന്ന് അത് അങ്ങനെ അവസാനിക്കുകയായിരുന്നു. ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ന്യൂസിലാൻഡിലുമെല്ലാം ടെസ്റ്റ് ക്രിക്കറ്റിന് വലിയ പിന്തുണ തന്നെ ലഭിക്കാറുണ്ട്. ഇത് തന്നെയാണ് ഇങ്ങനെയൊരു നീക്കങ്ങൾക്ക് വീണ്ടും ചൂട് പകർന്നിരിക്കുന്നത്. മറ്റൊന്ന്, ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പര തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിലെ താരസംസ്കാരത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. ഇന്ത്യൻ ക്രിക്കറ്റിലെ താരസംസ്കാരം അവസാനിപ്പിക്കാൻ BCCI കർശനമായി ഇടപെടേണ്ട സമയമാണിതെന്നും അടുത്ത 8-10 ദിവസം ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണെന്നും സുനിൽ ഗവാസ്കർ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റിലെ താരസംസ്കാരം അവസാനിക്കേണ്ട സമയമായിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിനായി പൂർണ്ണമായും സമർപ്പിക്കുന്ന കളിക്കാരെയാണ് നമുക്ക് വേണ്ടത്. അടിയന്തര ഘട്ടങ്ങളില്ലാതെ ഒരു മത്സരം പോലും ഒഴിവാക്കാതെ ഇന്ത്യക്കായി കളിക്കാൻ തയ്യാറാവുന്നവരെയാണ് ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കേണ്ടത്. അങ്ങനെയല്ലാത്തവരെ ഒരിക്കലും ടീമിലേക്ക് പരിഗണിക്കരുതെന്നും ഗവാസ്കർ പറഞ്ഞു. പകുതി ഇവിടെയും പകുതി അവിടെയും നിൽക്കുന്ന കളിക്കാരെ നമുക്ക് ആവശ്യമില്ലെന്ന് ഗവാസ്കർ വ്യക്തമാക്കി. കളിക്കാരെ താലോലിക്കുന്നത് BCCI നിർത്തണം. സമീപകാലത്തെ ഇന്ത്യയുടെ പ്രകടനങ്ങൾ നിരാശാജനകമാണ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്തേണ്ടതായിരുന്നു നമ്മൾ, പക്ഷേ അതിന് സാധിച്ചില്ല എന്നും ഗവാസ്കർ പറഞ്ഞു.